വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം, കുറച്ച് എത്ര നാൾക്ക് മുമ്പ് ഇറങ്ങിയത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു 15 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിമാണ്. പക്ഷെ അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, അതിൻ്റെ കഥ, അത് കൊണ്ട് നിർത്തുന്ന ഒരു ക്ലിഫ് ഹാങ്ങർ, ഇതൊക്കെ ഭയങ്കര വിഷയമായിരുന്നു ആ സാധനം. ആ ഒരു സംഭവം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ സിനിമയിലോട്ട് വന്ന ഒരു വെർഷനാണ് ഈ സംഭവം. അഷ്കർ അലിയാണ് മെയിൻ റോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് പേരുണ്ട്. സിദ്ധാർത്ഥ് ഭരതനുണ്ട്, വിനീത് കുമാറുണ്ട്, അത്യാവശ്യം നല്ലൊരു റോൾ തന്നെയായിരുന്നു വെച്ചാൽ. സെന്തിൽ കൃഷ്ണ, ആസിം ജമാൽ. ഈ പുള്ളീനെ എങ്ങനെ ഇപ്പോൾ പുള്ളീൻ്റെ സിനിമകൾ പറഞ്ഞു തരാൻ എനിക്ക് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ആളുടെ ഫോട്ടോ ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് മച്ചാൻ, കാണുന്നുണ്ടോടെ? ഈ പുള്ളിയെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. പുള്ളിയാണ് ആസിം ജമാൽ. കിഡിലൻ ക്യാരക്ടറായിരുന്നു. ആ ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തു. ആൻഡ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അഷ്കർ അലി ഹാസ് ആക്ടഡ് ഫെൻറ്റാസ്റ്റിക്കലി ഇൻ ദിസ് മൂവി. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുവരെ ഒറ്റ സിനിമയിലും പുള്ളി നല്ലവണ്ണം അഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എവിടെയെങ്കിലൊക്കെ കുറച്ച് ലാക്ക് വരും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് കൂടുതൽ പറയാനൊന്നും എനിക്ക് പുള്ളിയുടെ സിനിമകൾ കാണാൻ ഒരു താല്പര്യമില്ല. ഇനി കണ്ടിട്ടുള്ളതൊക്കെ തന്നെ കുറേ പാഴ് പടങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും മച്ചാൻ വേറെ ലെവൽ. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, ഇത് സത്യം പറഞ്ഞാൽ ഒരു കാട്ടിൽ സ്റ്റോറി, ഒരു പ്ലോട്ട് തന്നെ ഒരു കാടാണ്. ആ ഒരു കാടിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ മൊത്തം ഉള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കൊണ്ടെത്തിക്കുന്നിടത്താണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ കഥ തീരുന്നത്. ഷോർട്ട് ഫിലിം തീരുന്നിടത്ത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തുണ്ടാവും, വേറൊരാളുടെ ഒരു വിഷനറിയില്ല. അത് ആരെടുത്തതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു സതീശൻ മംഗളത്ത്. പുള്ളി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ജിത്തു സതീശൻ അടിപൊളി റൈറ്റിംഗ് ബ്രോ. നിങ്ങൾ കിട്ടിയ സ്ക്രീൻ പ്ലേ ആണ് എഴുതി വെച്ചാൽ 2 മണിക്കൂർ 5 മിനിറ്റ് എന്തോ ഉള്ളൂ. ഒരു സെക്കൻഡ് പോലും എനിക്ക് ബോറടിച്ചില്ല. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ കണ്ണ് മൊത്തം സ്ക്രീൻസിലായിരുന്നു. ഒരു എന്താ പറയുക, വേറെ ഒരിടത്തേക്കും ഫോക്കസ് പോകാത്ത രീതിയിൽ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മേക്കിങ്, നമ്മളതൊക്കെ ഒരു കാട്ടി കയറിയ കണക്കായിരുന്നു ആ ഒരു അറ്റ്മോസ് വിഷണറിയിൽ എനിക്കത് ഫീൽ ചെയ്തത്. മ്യൂസിക് ബൈ ഗോഡ്വിൻ തോമസ്, അടിപൊളി മ്യൂസിക്. ഇത് രസോടെ മ്യൂസിക് കുറേ കേട്ടോണ്ടിരിക്കുക. സിനിമാറ്റോഗ്രാഫി ബൈ നവീന ജോസ്. കുറേ എക്സെപ്ഷണലായിട്ട് നമുക്ക് പറയാനുള്ള കുറേ ഷോർട്ട് ഡിവിഷൻസ് ഒക്കെ, പ്രത്യേകിച്ച് ഒരു കാക്കേൻ്റെ ഒരു വലിയ പ്രതിമയൊക്കെ ഈ സിനിമയെ കാണിക്കുന്നുണ്ട്. ആ പ്രതിമേനെ ചുറ്റിപ്പറ്റി അവർ നടക്കുമ്പോഴൊക്കെ ഉള്ള കുറേ ഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ഷോർട്ട് ഡിവിഷൻസ് ആയിരുന്നു. എഡിറ്റഡ് ബൈ അർജുൻ പ്രകാശ്. കോസ്റ്റ്യൂം സമീര സനീഷ്. മേക്കപ്പ് പട്ടറ റഷീദ്. പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വിഷ്ണു ഗോവിന്ദ്. മച്ചാൻ വേറെ ലെവല്. ഓരോ മഴയും, കിളികളുടെ ഒച്ച, പിന്നെ കാട്ടിൽ മറ്റേ മരത്തിൻ്റെ നടക്കുമ്പോഴുള്ള മറ്റേ ഇല ചവിട്ടുമ്പോഴുള്ള ഫീല്, മൊത്തം ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ആ തിയേറ്ററിൻ്റെ അകത്ത് നമുക്ക് കിട്ടി. ഇതൊരു സെൻട്രലിൽ ഇരുന്ന് നമ്മൾ സിനിമ കാണുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ തിയേറ്ററിൻ്റെ ആ ഒരു സ്ക്രീൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഡോൾബി സറൗണ്ട് വിഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാട്ടിൽ തന്നെയാണ് നമുക്ക് തോന്നിപ്പോ. അജാതി ലെവൽ മേക്കിംഗ് ആണ് സിനിമ പിടിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മുടെ പറയാം, ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാതെ ഈ സിനിമയ്ക്ക് പോയാൽ മതി. ഞാൻ ഷോർട്ട് ഫിലിം കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിലെ കഥ എനിക്കറിയാം, ഇതെവിടെയാണ് എന്തിനാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് അറിയാം. പക്ഷെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും ബ്രോ, ഞാൻ അൺഡൗട്ട്ലി ഒരു കാര്യം പറയാൻ കഴിയും. 2026 ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും കിടിലൻ പടം, കിടിലൻ മലയാളം സിനിമ. ഇത് നല്ല എന്താ പറയുക, അഷ്കർ അലി നല്ലോണം ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടി നല്ല നായകന്മാർക്ക് കൊടുത്തിരുന്നെങ്കിൽ, ഒരു ആസിഫ് അലിക്ക് റോൾ ചെയ്യാം. ആസിഫ് അലി മമ്മൂക്ക കോമ്പിനേഷനിൽ ഈ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ അടിപൊളിയാവുമായിരുന്നു. കാരണം ഇതിലൊരു തമിഴ് പറയുന്ന ഒരു മച്ചാനുണ്ട്, ഒരു പോലീസുകാരൻ, ഫഹാദ് സിദ്ദിഖ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ റോളൊക്കെ നല്ല വേറെ കുറച്ചും കൂടി അറിയപ്പെടുന്ന ഒരാൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 100 കോടി ക്ലബിൽ കയറാനുള്ള വക ഇതിനുണ്ട്. ഇതിൻ്റെ ജോണർ ഒരു ത്രില്ലർ ജോണറാണ്. പക്ഷെ എന്താ പറയുക, കുറച്ച്
എന്താ പറയുക, ഒരു ടൈം ലൂപ്പോ അല്ലെങ്കിൽ ടൈം ട്രാവൽ പോലത്തെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതെന്താണ് കാര്യമെന്ന് ഞാൻ തുറന്നു പറഞ്ഞോട്ടെ. നിങ്ങൾ ട്രെയിലർ പോലും കാണാതെ പോയി കഴിഞ്ഞാൽ ഒരു ഭയാനക എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇനി ഇത് പലർക്കും മനസ്സിലായില്ല എന്ന്, പക്ഷെ എനിക്ക് തോന്നണം മനസ്സിലാവില്ലെന്ന് എനിക്ക് തോന്നില്ല. ഇതെല്ലാം കണക്റ്റഡായിട്ട് അവസാനം അവർ നല്ല രീതിക്ക് എന്നെ കൊണ്ട് ക്ലിഫ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഒരു നല്ലൊരു ക്ലിഫ് ഹാങ്ങർ വെച്ച് അധ്യായം 1 ഇനി അധ്യായം 2 ഉണ്ടാവണം. എന്തായാലും ഉണ്ടായാലും അത്രയും നല്ലത്. ഞാൻ കാണാൻ വെയിറ്റിംഗ് ആണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു സിനിമ. സത്യം പറഞ്ഞാൽ ചുരുളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു കിക്കുണ്ട്. എന്തോന്നടേ ഇപ്പോൾ ഇവിടെ നടന്നത് ആ ഒരു. പക്ഷെ ചുരുളി പോലെ അത്രത്തോളം നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യാത്തൊരു പരിപാടിയല്ല. അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും സിനിമയിൽ തന്നെ. നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ചില്ല. ചുരുളി അങ്ങനെയല്ല. ചുരുളി ഫുള്ള് കുറേ തിയറട്ടിക്കൽ എലമെന്റ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി. അതാ ഫ്രം ദ ബിഗിനിങ് മനസ്സിലാക്കിയാലേ നമുക്ക് ടിൽ ദ എൻഡ് നമുക്കൊരു സാധനം പിടിയിട്ടുള്ളൂ. ചുരുളി ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോ കൊണ്ടാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഈ ഒരു സിനിമ കൊള്ളാണ് ശരിക്കും. എനിക്കിഷ്ടപ്പെട്ടു. അഷ്കർ അലി കിടിലൻ പെർഫോമൻസ്. ഈച്ച് ആൻഡ് എവരി മെൻ ഇൻ ദ ടെക്നിക്കൽ സൈഡ് ബോളി അത് അടിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റേ കലക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും നല്ല കിടിലൻ എഫേർട്ട് ഇട്ട് നല്ലോണം ടൈം എടുത്ത് നല്ല എന്താ പറയുക കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നിന്ന് ഷൂട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് സിനിമ. അപ്പോൾ ദാറ്റ്സ് ഓൾ വിത്ത് സംഭവം അധ്യായം 1. ദുരന്തറിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അത് ഇനി റിയാക്ഷൻ വരുന്നതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ റിയാക്ഷൻ. ജിയോ സ്റ്റുഡിയോസാണ് അടിച്ചവന്മാർ ചിലപ്പോൾ സ്ട്രൈക്ക് അടിച്ച് ചെയ്യും. അതാണ് ഞാനൊന്നും അടിക്കുന്നത്. എന്തായാലും നോക്കാം. മാർച്ച് 19 ദുരന്തം എന്തായാലും ഉണ്ട്. ആടിൻ്റെ കാര്യം ഇപ്പോൾ ചെറിയ സംശയത്തിലാണ് ഇരിക്കുന്നത്. അത് ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാണ്ടിരിക്കാം. വരണമേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ടോക്സിക് എടുത്ത് മാറ്റി, അത് പിന്നെ നോക്കണ്ടേ. അത് എങ്ങനെ പോയാലും അത് സർവൈവ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദുരന്തർ അജാതി തിരിച്ചു വരാം. 4 മണിക്കൂർ പടോടെ ജന്മം ചെയ്താൽ ഞാൻ PVRലൊന്നും ദുരന്തറിന് പോയി ഇരിക്കുന്ന ഒരു പരിപാടിയില്ല. ആ ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എവിടേക്കൊക്കെയോ എനിക്ക് ചെറിയ ലാഗ് അടിച്ചു. ഞാൻ പറയുന്നിടത്ത് എൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക ഭയങ്കര വിശപ്പും ഭയങ്കര ദാഹവും. കാരണം PVRലൊക്കെ പോയിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഫുഡും വാങ്ങിക്കാൻ പറ്റൂല, ഒരു പരിപാടി നടക്കൂല. നമ്മളങ്ങ് ഇരുന്ന്. മാത്രമല്ല ഞാൻ 6 മണിക്കാണ് അന്ന് പടത്തിന് പോയത്. ഞാൻ ഇറങ്ങിയ 10 മണിക്കാണ്. 10-10:15 എന്താണ് ഞാനും എൻ്റെ കമ്പനിക്കാരും ദുരന്തം കാണാൻ പോയിട്ട് ഇറങ്ങി. അത്രത്തോളം വലിപ്പിക്കാനാണ് അമ്മമാർ. 6 മണി എന്ന് പറഞ്ഞാൽ 6:30 ശേഷം തുടങ്ങുള്ളൂ. 10 മണിക്ക് തീരേണ്ടത് 10:30 ആകുമ്പോൾ തീരും. ഇൻ്റർവെല്ല് കാണും ഒരു അരമണിക്കൂർ. അങ്ങനെ ഭയങ്കര വലിപ്പീരാണ്. എനിക്കത് പറ്റൂല. ഇങ്ങനത്തെ വലിയ സിനിമകൾക്കൊന്നും PVRൽ പോയിരിക്കുന്നത് നടക്കൂല. അതുകൊണ്ട് നമ്മുടെ തിയേറ്ററിൽ വനിതയിൽ ഷോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഞാൻ കാണത്തുള്ളൂ ദുരന്തർ. അതിപ്പോൾ ഫസ്റ്റ് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസമാണെങ്കിലും ഞാൻ വനിതയെ കാണുന്നുള്ളൂ ദുരന്തർ. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച, അടുത്ത ആഴ്ച അതിന് അടുത്ത ആഴ്ച വല്ല പടം ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് വരാം. ബൈ ബൈ.